ആദ്യം തന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ ഡീസൽ യൂസ് ചെയ്യുന്നത് ചെയിൻ ലൈഫിന് ഹാം ആണോ അതോ ചെയിൻ ക്ലീനേഴ്സ് തന്നെയാണോ യൂസ് ചെയ്യേണ്ടത്? ഒരിക്കലും ബിഗിനേഴ്സ് ഒന്നും ട്രൈ ചെയ്യാൻ പാടില്ല ആ രീതി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചൂടായി അതിൽ നിന്ന് സ്മോക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ടൈമും എഫേർട്ടും ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 hours എങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ എടുത്തുകൊണ്ട് പോകാവൂ. അങ്ങനെയാണെങ്കിൽ ഇഷ്യൂസ് വരില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോബ്ലിറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബിങ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അതെ, പ്രീമിയം ബൈക്സ് യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മേജർ മെയിൻ്റനൻസ് ടിപ്പാണ് ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബിങ്. ഇതെല്ലാം 500-1000 കിലോമീറ്ററിലോ അല്ലെങ്കിൽ ചെയിൻ എപ്പോൾ ഡേർട്ടി ആവുന്നോ അന്നേരം ഇത് ചെയ്യേണ്ടതാണ്. നമുക്കിത് പുറത്ത് ഷോപ്സിൽ കൊടുത്തും ചെയ്യിപ്പിക്കാം, പക്ഷേ ഒരുപാട് പൈസ എങ്ങനെ ലാഭിക്കാം, എങ്ങനെ എക്കണോമിക്കായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയിൻ ലൂബ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. സോ ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ഡീസലാണ്. ഡീസലൊരു പഴയ കോളിൻ്റെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ, ഇങ്ങനത്തെ ഒരു ബോട്ടിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വരില്ല, കറക്റ്റായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം. മറ്റേത് കുറേ ഡ്രോപ്പായിട്ട് താഴെ പോകത്തേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു ബ്രഷ്, ഇതിനാകെ 200 രൂപ എന്തോ വരുന്നുള്ളൂ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ വേണ്ടതാണ് ലൂബോ ഗിയർ ഓയിലോ. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ രണ്ടും മാറിയാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ വെറ്റ് കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ കൂടുതലും ഗിയർ ഓയിലേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഒരുപാട് ഏത് ലൂബ് യൂസ് ചെയ്താലും ഒരുപാട് ലൈഫൊന്നും മഴയത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലൂബും അവരുടെ ഓരോ ക്ലൈമറ്റിലുള്ള എക്സ്പീരിയൻസൊക്കെ ഞാനിതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ ഡീസൽ യൂസ് ചെയ്യുന്നത് ചെയിൻ ലൈഫിന് ഹാം ആണോ അതോ ചെയിൻ ക്ലീനേഴ്സ് തന്നെയാണോ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഇത്രയും നാൾ കെറോസിനും ഡീസലും ആണ് മാറി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കെറോസിൻ അവൈലബിൾ ആയിരിക്കുമ്പോൾ അത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഡീസൽ വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഡീസൽ ഇനി ഹാംഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ പല വീഡിയോസ് നമുക്ക് കാണാം. ഡീസലിൻ്റെ അകത്ത് ഈ ഓറിങ്സ്, നമ്മുടെ ചെയിൻ്റെ ഇടയിൽ വരുന്ന ഓറിങ്സ് ഡിപ്പ് ചെയ്തിട്ടിട്ട് അവരുടെ ഒരു ഓവർ ദ ടൈം അവർക്ക് ഓറിങ്സിന് സംഭവിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് പലതും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഫൈനൽ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓറിങ്സിന് ഡാമേജ് പറ്റും, ക്രാക്സ് വീണം, അതൊരു റബ്ബർ ടൈപ്പ് മെറ്റീരിയലാണ്, അതിന് ഡാമേജ് പറ്റുമെന്നാണ് എല്ലാ വീഡിയോസിൻ്റെയും എൻഡ് റിസൾട്ട് കാണിക്കുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഈ ഓറിങ്സ് ഒരിക്കലും നമ്മൾ ഡിപ്പ് ചെയ്തല്ല ഇടുന്നത്, ജസ്റ്റ് സ്പ്രേ ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വിടുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് ചെയിൻ ക്ലീനേഴ്സ് അഫോർഡ് ചെയ്യാൻ പറ്റും, അതിനൊരു ഓൾമോസ്റ്റ് 450 to 500 റുപ്പീസൊക്കെ ഒരു ചെയിൻ ക്ലീനർ വരുന്നു. അത് അഫോർഡ് ചെയ്യാൻ പറ്റും, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി അതല്ലെങ്കിൽ ഇത് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെ നോക്കിയാലും നമ്മളൊരു ചെയിൻ ഓൾമോസ്റ്റ് ഒരു 2 years അല്ല 3 years മാക്സിമം യൂസ് ചെയ്യൂ. ആ ഗ്യാപ്പിനിടയിലൊന്നും ഈ ഓറിങ്സിന് ഡാമേജോ ക്രാക്സോ ഒന്നും വന്നതായിട്ട് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഡീസൽ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻസിൽ പറയുക. ഇനി അടുത്തതാണ്, ചെയിൻ ലൂബ് യൂസ് ചെയ്യണോ അതോ ഗിയർ ഓയിലാണോ ബെസ്റ്റ് എന്നുള്ളത്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വെറ്റ് കണ്ടീഷൻ, റെയിനി സീസണൊക്കെ ആണെങ്കിൽ കൂടുതൽ ഞാൻ ഗിയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഏത് ലൂബ് യൂസ് ചെയ്തിട്ടും എനിക്ക് അങ്ങനെ മഴയത്ത് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. മാക്സിമം ഒരു 100 കിലോമീറ്റേഴ്സൊക്കെ ചെയിൻ ലൂബ് കിട്ടുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്കൊക്കെ പിന്നെയും ഡ്രൈ ആയിട്ട് തന്നെയാണ് ഓടുന്നത്. അത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കിയാൽ നല്ല മഴയാണ്. സോ അങ്ങനെ ഒരു ബെസ്റ്റ് ലൂബ് ഫോർ റെയിൻ കണ്ടീഷൻസ് എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്, TRM യൂസ് ചെയ്തിട്ടുണ്ട്, ഗ്ലോസിൽ, പിന്നെ ഈ പറയുന്ന ഓക്കേസ്. ഇത് ബജാജിൻ്റെ തന്നെ ലൂബാണ്. ഇത് ആക്ച്വലി അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഷോറൂമിൽ നിന്നൊക്കെ ലൂബ് ചെയ്യിപ്പിച്ചാൽ അവർ ഇതാണ് അടിച്ചു തരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ആമസോണിലൊക്കെ ഒരു 500 റുപ്പീസിന് കിട്ടും. ഒരു 8 to 10 സ്പ്രേസൊക്കെ ഒരു ആവറേജ് നമുക്കിത് യൂസ് ചെയ്യാം ലൂബ് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ യമലൂബിൻ്റെ ഗിയർ ഓയിലാണ്. ഇതിന് ആക്ച്വലി 57 റുപ്പീസേ ആകെ വരുന്നുള്ളൂ. സോ ഇത് ഭയങ്കര അഫോർഡബിളാണ്, ചീപ്പാണ്, കുറേ നാൾ ലാസ്റ്റും ചെയ്യും. നമ്മളത് ഈ പോയിൻ്റ് ഉപയോഗിച്ച് ടിപ്പായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വേസ്റ്റേജും വരുന്നില്ല. സോ എനിക്ക് ഏറ്റവും എക്കണോമിക്കായിട്ട് തോന്നിയിട്ടുള്ള ഈ യമലൂബിൻ്റെ ഗിയർ ഓയിൽ തന്നെയാണ്. ഇനി ചെയിൻ ലൂബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മോട്ടിലായിരുന്നു ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെനിക്ക് ഡ്രൈ കണ്ടീഷൻസിൽ, മഴയൊന്നും ഇല്ലാത്ത സണ്ണി കണ്ടീഷൻസിൽ അത്യാവശ്യം നല്ല ലൈഫും പെർഫോമൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് 250-300 കിലോമീറ്റേഴ്സും ഒന്നും ഒരു ഇഷ്യൂസും ഇല്ലാണ്ട് അത് വെച്ച് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് TRM കാലിഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചെയിൻ ലൂബായിരുന്നു. അത് ആക്ച്വലി ഇൻഫ്ലുവൻസേഴ്സൊക്കെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ വാങ്ങി ട്രൈ ചെയ്തതാണ്.
അതിലാണെങ്കിൽ എനിക്ക് ഡ്രൈ കണ്ടീഷൻസിൽ ഇഷ്യൂസ് ഒന്നുമില്ല. വെറ്റ് കണ്ടീഷൻസിൽ എനിക്ക് അതിൽ നിന്ന് മേജറായിട്ട് ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ മഴയത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നിയിട്ട് അതിലേക്ക് കല്ലും മണ്ണെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന് ഭയങ്കര ഡേർട്ടി ആവുന്നു. കാരണം അതിപ്പോൾ നമ്മൾ ചെയിൻ ലൂബ് യൂസ് ചെയ്യാത്തതിനേക്കാളും പ്രശ്നമായിരുന്നു അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കാരണം ക്ലീൻ ചെയ്യുന്ന ഭയങ്കര ഹെക്റ്റിക് ടാസ്ക്കായി. അതുപോലെ മണൽത്തരികളായിരുന്നു അതിൽ പിടിച്ചിരുന്നുകൊണ്ടിരുന്നത്. പിന്നെ ഗ്ലോസിലൊരു ആവറേജ് ലൂബേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോൾ അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു ലൂബ് ഡീസൻറ്റ് പെർഫോമൻസും തരും, അത്രേ ഉള്ളൂ. ഈ മോട്ടലിൻ്റെ കേസിൽ വെറ്റ് ലൈഫ് ഒട്ടും ഇല്ലായിരുന്നു. ജസ്റ്റ് വെള്ളം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയിൻ ഡ്രൈ ആവും. പിന്നെ നമുക്ക് വേഗം തന്നെ വീണ്ടും ലൂബ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഇനി ഗിയർ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒന്നുമല്ല. എപ്പോഴും ലൂബ് തന്നെയാണ് ബെസ്റ്റ്. ലോങ് റൈഡ്സിനും ഒരുപാട് ദൂരം ഈ ട്രാവൽ ചെയ്യാനൊക്കെയാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ എപ്പോഴും ബെസ്റ്റ് ചെയിൻ ലൂബ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ, അതും മഴയത്തൊക്കെ നല്ലപോലെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചെയിൻ നല്ല ഡ്രൈ ആവാതെ സൂക്ഷിക്കാനായിട്ട് എക്കണോമിക്കായിട്ട് നമുക്ക് ഗിയർ ഓയിൽ യൂസ് ചെയ്യാം. ഒരു 200 കിലോമീറ്റേഴ്സൊക്കെ ഡ്രൈ കണ്ടീഷൻസിൽ ഒറ്റ സ്ട്രെച്ചിലും, പിന്നെ മഴയത്താണെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നും ഈ ഗിയർ ഓയിലിൽ നിന്ന് എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയും സ്ലിക്കൊന്നും ഒട്ടും അതിൻ്റെ അകത്ത് വരുന്നില്ല. അതൊരു ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെയും ഡീസലോ കെറോസിനോ ഒക്കെ യൂസ് ചെയ്ത് ബ്രഷ് ഇട്ട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്താൽ തന്നെ നമുക്കത് നല്ലപോലെ ക്ലീനായി കിട്ടാറുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്ക് പിന്നെ ലൂബ് ചെയ്യാനോ ഒക്കെ ഈസിയാണ്. അപ്പോൾ നമുക്കൊരു 200 കിലോമീറ്റേഴ്സ് ഓയിൽ യൂസ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ചെയിൻ ലൂബ് അടിച്ചിട്ട് പിന്നെ വേണം ഒരു 500 കിലോമീറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ പേഴ്സണലി ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്കത് വർക്കാവുന്നുണ്ട്. നിങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയിനിലേക്ക് നല്ലപോലെ വെള്ളം അടിച്ച് ജസ്റ്റ് എല്ലാ ഭാഗത്തെയും ചെളികളൊക്കെ കല്ലും മണ്ണൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് കളയണം. അതിനായിട്ട് ഇതുപോലെ ഒരു ഓസിൽ ജസ്റ്റ് ഇങ്ങനെ പ്രഷറിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബോട്ടിലുള്ള കെറോസിനോ ഡീസലോ ഉണ്ടല്ലോ, ആ ക്ലീനർ യൂസ് ചെയ്ത് ജസ്റ്റ് നല്ലപോലെ എല്ലായിടത്തും ഈവൻലി സ്പ്രെഡ് ആവുന്ന പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലുള്ള അഴുക്കുകളെല്ലാം ഡിസോൾവായി നമുക്ക് നല്ല ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ടുള്ള രീതിയിൽ മെൽറ്റായി കിട്ടും. ഇത് ഒരുപാട് സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്നില്ല, നമ്മൾ മിനിമൽ എമൗണ്ടിൽ ചെയ്താൽ മതി. കാരണം നമ്മൾ ഒരുപാട് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ യൂസൊന്നുമില്ല. നമ്മൾ ആഫ്റ്റർ സ്പ്രേയിങ് ഈ ബ്രഷ് യൂസ് ചെയ്ത് മാക്സിമം ക്ലീൻ ആക്കുന്നതിലാണ് കാര്യം. നമ്മൾ ഇങ്ങനത്തെ ബ്രഷുകൾ യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് 3 സൈഡിലും ബ്രിസിൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും മാനുവലി ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു തവണ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ 2-3 സൈഡിലെയും ചെയിനിൽ ക്ലീനായി കിട്ടും. യൂസ്ഡ് ടൂത്ത് ബ്രഷൊക്കെ നമുക്കിങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ചുറ്റി ചെയ്യാം, പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി ബെറ്ററാണ് ഇതിപ്പോൾ ഞാൻ 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഇതിന് കുഴപ്പമൊന്നുമില്ല, ബ്രിസിൽസൊക്കെ ഇപ്പോഴും സ്ട്രോങ് തന്നെയാണ്. സോ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. അതിന് ശേഷം നമ്മളിതിങ്ങനെ ജസ്റ്റ് ബാക്കിൽ നിന്ന് നല്ലപോലെ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ റോളും കംപ്ലീറ്റ് ആയി വരുന്ന പോലെ. കൂടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടയറും കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വേഗം ചെയ്തു പോവാം. പിന്നെ ഇതിൻ്റെ ഒരു മേജർ പാർട്ടെന്ന് പറയുന്നത് പഡോക്ക് സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെക്കാനുള്ളൊരു സെറ്റപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ്. പഡോക്ക് സ്റ്റാൻഡൊക്കെ ഇപ്പോൾ 1200 രൂപ ആ റേഞ്ചിലൊക്കെ അഫോർഡബിൾ റേറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് ടയർ റോളേഴ്സ് അവൈലബിൾ ആണ്. അതും ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസ് തന്നെയാണ്, പക്ഷേ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അത് കൊണ്ടു നടക്കാനൊക്കെ കൺവീനിയൻ്റ് ആണ്. സോ ട്രാവൽ ചെയ്യുമ്പോഴും അത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇല്ല സെൻറ്റർ സ്റ്റാൻഡുള്ള വണ്ടിയാണെങ്കിൽ ഈ ഇഷ്യൂ വരുന്നില്ല. പിന്നെ നമുക്കൊരു DIY ഹാക്കൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് 2 സൈഡിലെ സ്വിങ് ആമിലും ഇവിടെ ജസ്റ്റ് ബക്കറ്റ്സ് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യാം. ഇല്ല സ്റ്റാൻഡിൽ കുത്തി അങ്ങനെയും ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഡോമിനാർ പോലത്തെ ഹെവി ആയിട്ടുള്ള ബൈക്സൊക്കെ ആണെങ്കിൽ മേത്ത് വീഴാണ്ട് ശ്രദ്ധിക്കുക, അതിൽ റിസ്ക്കാണ്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലോത്ത് ഇട്ട് റബ്ബ് ചെയ്യുമ്പോൾ ക്ലോത്ത് പെട്ടെന്ന് അതിൽ പിടിച്ചിട്ട് നേരെ കൈ വലിച്ചുകൊണ്ട് ഇതിലിടെ പോയി കട്ടാവാനുള്ള ചാൻസൊക്കെ ഭയങ്കര കൂടുതലാണ്. സോ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മളിത് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഈ സൈഡിൽ താഴെ നിന്നും കൂടെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സൈഡിലും കൂടെ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ബ്രഷ് യൂസ് ചെയ്ത് നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡായി ഈ ഒരു പ്രോസസ്സുമായിട്ട് നല്ല യൂസ്ഡ് ആണെങ്കിൽ മാത്രം വേണേൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്താലും മതി. പക്ഷേ അതൊട്ടും റെക്കമെൻഡബിൾ അല്ല. ഒരിക്കലും ബിഗിനേഴ്സ് ഒന്നും ട്രൈ ചെയ്യാൻ പാടില്ല ആ രീതി. കാരണം അത് ഭയങ്കര റിസ്ക്കാണ്. ഫിംഗേഴ്സിനൊക്കെ
നല്ല റിസ്ക്കിയാണത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലപോലെ എല്ലാ സൈഡും റബ്ബ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും വാട്ടർ സ്പ്രേ യൂസ് ചെയ്ത് ഒന്നും കൂടെ വാഷ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ കഴുകി ഡിസോൾവ് ആയി വന്നേക്കുന്ന നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഡിസോൾവ് ചെയ്ത എല്ലാ അഴുക്കും നല്ലപോലെ സ്പ്രേ ചെയ്ത് കളയാൻ നോക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടെ കെറോസിൻ സ്പ്രേ എടുത്ത് ജസ്റ്റ് ഒന്നും കൂടെ എല്ലായിടത്തും ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ബ്രഷ് വെച്ച് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിലാണ് ക്ലീനിങ് നടക്കുന്നത്. അപ്പോൾ നമ്മളിത് 2-3 തവണ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് വെള്ളം അടിക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുമ്പോൾ ക്ലീൻ ആയിക്കൊണ്ടേ ഇരിക്കും. ഒരുപാട് ടൈമും ക്ലീനിങ് എഫേർട്ടും ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എങ്ങനെ പോയാലും പിന്നെയും ഒരു 500 കിലോമീറ്ററിനകം വീണ്ടും ഭയങ്കരമായിട്ട് ചെളിയാവും. സോ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് മിനിമൽ എഫേർട്ടിൽ എങ്ങനെ നമുക്കിത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് പഠിച്ചു വെക്കുക. സോ ഓവർ ദ ടൈം നമ്മളിത് ചെയ്ത് എക്സ്പേർട്ട് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് കുറച്ചും കൂടെ മാക്സിമം നല്ലപോലെ ക്ലീൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് മതിയാവും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് ഗ്രാജുവലി നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ മണൽത്തരികളിലും അതങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സെഡിമെൻറ്റ്സ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ലപോലെ മക്കൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ എടുത്ത ക്ലോത്ത് എടുക്കുക. ഇതൊരു ഓൾഡ് ക്ലോത്താണ്. ഏതെങ്കിലും വീട്ടിലെ ഒരു പഴയ യൂസ് ചെയ്യാത്തൊരു ക്ലോത്ത് എടുത്ത് ഇനി നല്ലപോലെ വൈപ്പ് ചെയ്യുക. വൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണവശാലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വൈപ്പ് ചെയ്യരുത്. കാരണം ക്ലോത്ത് ചെയിനിൽ ഉടക്കി അത് നമ്മൾ കൈ വലിച്ചുകൊണ്ട് പോകും. ജസ്റ്റ് 2 സൈഡിൽ നിന്ന് മാറി ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ റോളോൻ്റെ ബ്രാസ് ചെയിനാണ്. അത് നല്ല ക്ലിയറായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിന് മുന്നേ ബ്രാസ് ചെയിനാണെന്ന് തന്നെ മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വൈപ്പ് ചെയ്ത് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഒരുപാടങ്ങനെ ബ്രാൻഡ് ന്യൂ കൈൻഡ് ഓഫ് ലെവലിലേക്ക് ആക്കേണ്ട കാര്യമില്ല. കാരണം എങ്ങനെ പോയാലും ലൂബ് അടിച്ച് വീണ്ടും റോഡിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് പിന്നെ എത്തും. സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ട് ഒരുപാട് ക്ലീൻ ആക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ടൈമും എഫേർട്ടും ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതാണൊരു ബേസിക് മിനിമൽ രീതി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിതിൽ നിന്ന് ഇതുവരെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ ശരിക്കും ഡ്രൈ ആവാൻ വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ലൂബ് അടിക്കുന്നതുകൊണ്ട് അതിന് ശേഷം ലൂബ് അടിക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് ധൃതിയാണെങ്കിൽ നല്ലപോലെ വൈപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ചെയിൻ ലൂബിന് പകരം നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗിയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം ഒരിക്കലും പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങരുത്. അതായത് നമ്മളത് വെയിറ്റ് ചെയ്യണം കുറച്ച് ടൈം, ഒരു 4 to 5-6 hours എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗിയർ ഓയിലാണെങ്കിൽ പുറത്തേക്ക് പോകാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചൂടായി അതിൽ നിന്ന് സ്മോക്ക് വരും. ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ രാവിലെയാണ് റൈഡ് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഓവർനൈറ്റ് ചെയ്ത് വെക്കുക, വൈകുന്നേരം ചെയ്ത് വെക്കുക, എന്നിട്ട് രാവിലെ എടുത്തുണ്ടോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാത്ത പക്ഷേ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ സ്മോക്ക് വരും. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ രാവിലെ പെട്ടെന്നാണ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ചെയിൻ ഡ്രൈവ് ആയിരുന്നു. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വേഗം ഓയിലെടുത്ത് വേഗം ലൂബ്രിക്കേറ്റ് ചെയ്തു. പക്ഷേ നമ്മളത് കഴിഞ്ഞ് പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കാൻ നിർത്തിയപ്പോഴത്തേക്കും പമ്പിലെ സ്റ്റാഫാണ് പറയുന്നത് വണ്ടിയിൽ നിന്ന് പുക വരുന്നു എന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും നല്ല സ്മോക്ക് വരുന്നു. ഞാൻ പെട്ടെന്ന് പാനിക്കായി. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ വണ്ടി തള്ളി സൈഡിലേക്ക് മാറ്റി തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ചെയിനിൽ നിന്നാണ് വരുന്നത്. കാരണം ഈ ഓയിൽ ചൂടായി അതിൽ നിന്നാണ് സ്മോക്ക് വന്നുകൊണ്ടിരുന്നത്. സോ അതെനിക്കൊരു ഭയങ്കര പുതിയ അനുഭവമായിരുന്നു. സോ നിങ്ങളെന്തായാലും ആദ്യമായിട്ട് ഗിയർ ഓയിലൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 hours എങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ എടുത്തുകൊണ്ട് പോകാവൂ. അങ്ങനെയാണെങ്കിൽ ഇഷ്യൂസ് വരില്ല ഗിയർ ഓയിൽ കൊണ്ട്. ലൂബാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് അത് തെറിച്ച് എല്ലായിടത്തും ആവുന്നേ ഉള്ളൂ. അതിപ്പോൾ എത്ര ഡ്രൈ ആവാൻ വെച്ചാലും വണ്ടി ഓടി തുടങ്ങുമ്പോൾ ചൂട് കാരണം അത് മെൽറ്റായി നമ്മുടെ അലോയിലൊക്കെ ആവും. ഈ സൈഡിലൊക്കെ ഡയമണ്ട് കട്ട് ഉണ്ടെന്ന് തന്നെ അറിയില്ല, അത്ര അഴുക്കാണ്. ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് മടുത്തു. ഇപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. ജസ്റ്റ് അപ്പുറത്തെ സൈഡ് മാത്രം ക്ലീൻ ചെയ്യും. അവിടെ അങ്ങനെ തെറിക്കുന്നില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ജസ്റ്റ് വൺസ് ഇൻ എ വൈലൊക്കെയാണ് അലോയ് ഡയമണ്ട് കട്ടിൻ്റെ ആ പാർട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കേസിൻ്റെ ചെയിൻ ലൂബ് തന്നെയാണ്. കാരണം ഇപ്പം മഴയൊന്നുമില്ല, കുറച്ച് ഡ്രൈ കണ്ടീഷനൊക്കെ ആയതുകൊണ്ട് ചെയിൻ ലൂബ് തന്നെ യൂസ് ചെയ്യാൻ ഓർത്തു. മാത്രമല്ല അത് തീരാറുമായി. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് കുറേ നാളായി. ഇത് ഓൾമോസ്റ്റ് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുണ്ട്. മഴയൊക്കെ ആയിരുന്നുകൊണ്ട് കൂടുതലും ഗിയർ ഓയിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ഇപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തു. ഇതൊരു എക്സ്റ്റൻഡറാണ്. ഇത് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി നല്ലതാണ്, നമുക്കൊരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട്. അതിനുശേഷം നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ ഓറിങ്ങിൻ്റെ സൈഡിലായിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 സൈഡിലെ ഓറിങ്ങിൻ്റെ അവിടെ ഓരോ റൗണ്ട് സ്പ്രേ, പിന്നെ ഈ സെൻറ്റർ പോർഷനിലും സ്പ്രേ ചെയ്യുക. ഞാൻ 2 സൈഡ്സിലും അങ്ങനെ സ്പ്രേ ചെയ്യാറില്ല, കാരണം അത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് യൂസൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഓറിങ്ങിൻ്റെ സൈഡിൽ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അലുത്തത് എല്ലായിടത്തേക്കും ഇറങ്ങും. പിന്നെ ഓവറായിട്ട് ലൂബ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓണാക്കി അതിലൊന്ന് കറങ്ങാൻ വെക്കും. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യും. അപ്പോഴത്തേക്കും അത് എല്ലായിടത്തും ഈവൻലി സ്പ്രെഡ് ആയിക്കോളും. എന്നിട്ട് ഉടനെ എടുത്ത് ഓടിക്കാറില്ല, ജസ്റ്റ് 1-2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം യൂസ് ചെയ്യാറുള്ളൂ. അപ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയി സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യുന്നത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അധികം സ്പ്രേ തെറിച്ചൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ കാണാം, നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ ചെയിൻ, നല്ലപോലെ ലൂബ്രിക്കേറ്റും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 400-500 കിലോമീറ്ററിലേക്ക് ഇറ്റ് ഈസ് ഗുഡ് ടു ഗോ. സോ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.